അവനവൻ ചെയ്യുന്ന തെറ്റിൻ്റെ പാപഭാരം അത് അവനവൻ തന്നെ ചുമക്കണം. അത് ചുമക്കാൻ വേണ്ടി മക്കളോ ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു മനുഷ്യനും വരില്ല. ഈ ഒരു തിരിച്ചറിവായിരുന്നു കൊള്ളക്കാരനായ രത്നാകരനെ അദ്ദേഹത്തിൻ്റെ ജീവിത കാഴ്ചകളൊക്കെ മാറ്റിക്കൊണ്ട് വാൽമീകി എന്ന മഹർഷിയാക്കിയിട്ട് മാറ്റിയത്. ആമരം ഈ മരം എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുള്ള ആ ഒരു തപസ് പിന്നീട് ഇത് രാമരാമ എന്നായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് ചുറ്റും ചിതൽപുറ്റുകൾ നിറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ പുറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു നമ്മുടെ ആദിമ കാവ്യമായിട്ടുള്ള രാമായണം രചിച്ചു. എന്താണ് ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് നിങ്ങൾ തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? നമ്മുടെ കർക്കിടകം വരാണ്, രാമായണ മാസം ആരംഭിക്കുകയാണ്. ഭക്തി നിർഭരായിരിക്കും. അതായത് അത്രയും എന്താ പറയുക, നമ്മൾ വിശ്വാസികൾക്ക് എപ്പോഴും അത്രയും ശുചിത്വത്തോടും നമ്മുടെ വീടൊക്കെ വൃത്തിയോട് കൂടിയിട്ടും നമ്മുടെ ചുറ്റുപാടാണെങ്കിലും പരിസരമാണെങ്കിലും എല്ലാം വൃത്തിയോട് കൂടി സൂക്ഷിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇനി ഒരാഴ്ചയും കൂടെ സമയമുണ്ട് കേട്ടോ. എല്ലാവർക്കും എന്താ പറയുക, നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും വീടും പരിസരവും എല്ലാം വൃത്തിയാക്കിയിട്ട് അത്രയും നല്ലൊരു മനസ്സോട് കൂടിയിട്ട് അത്രയും ശുചിത്വത്തോട് കൂടിയിട്ട് നമ്മുടെ ഈ രാമായണ മാസത്തെ നമുക്ക് അല്ലെങ്കിൽ ഈ കർക്കിടക മാസത്തെ നമുക്ക് വരവേൽക്കാം കേട്ടോ, എല്ലാവർക്കും കൂടിയിട്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്നെ സംബന്ധിച്ചിട്ട് രാമായണ മാസത്തെ വരവേൽക്കുക, കർക്കിടക മാസത്തെ വരവേൽക്കുക എന്നത് മാത്രമല്ല ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തപ്പോൾ IgE ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ESR ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ കണ്ണ് മഞ്ഞളിച്ച് പോയിട്ടോ. IgE നിൽക്കുന്നത് 500-ലും അതുപോലെ തന്നെ ESR നിൽക്കുന്നത് 38-ലും കേട്ടോ. 100-ഉം അതുപോലെ തന്നെ 20-ഉം വരേണ്ട സാധനങ്ങളാണ് ഈ 500-ലും 38-ലൊക്കെ പോയി നിൽക്കുന്നത്. അപ്പോൾ ഇനി ഇവരൊക്കെ നമ്മുടെ ശരീരത്തിൽ വെച്ച് പൊറിപ്പിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഭാവിയിൽ അത് വല്ലാതെ ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു, എന്തായാലും രമണിയേച്ചിനെ വിളിക്കാം. ഇന്ന് രമണിയേച്ചി വന്ന ദിവസമാണ് കേട്ടോ. കാരണം ഇതൊന്നും എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് കൂടില്ല കേട്ടോ. നമ്മൾ വീട് പണിയുമ്പോൾ ഒരു ആവേശത്തിന് വലിയ കൊട്ടാരം പോലത്തെ വീടൊക്കെ പണിതിട്ടിട്ട് ഒരു കാര്യമില്ല. അത് മര്യാദയ്ക്ക് കൊണ്ട് നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ പണിയുന്നതിനുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. പക്ഷെ അവനവൻ്റെ ശാരീരിക അവസ്ഥകൾ ഓരോ വർഷം ചെല്ലും തോറും, ഓരോ ദിവസം ചെല്ലും തോറും, ഓരോ മണിക്കൂർ ചെല്ലും തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഞാൻ ഈ വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറുന്നത് വളരെ വിരളാണ് കേട്ടോ. ഒന്നല്ലെങ്കിൽ എൻ്റെ സാരി എടുക്കാനായിരിക്കും ഞാൻ കയറുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ റീൽസ് എടുക്കാൻ കയറും. അതുമല്ല എന്ന് വെച്ചാൽ തീരെ നിവർത്തിയില്ലാത്തൊരവസരം വരുമല്ലോ, അതായത് നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വരാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ദിവസം, അങ്ങനത്തെ ഒരവസ്ഥയിലും വന്ന് കയറി തുടച്ച് വൃത്തിയാക്കും. അല്ലാതെ ഞാൻ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാറില്ല. വലിയ അഹങ്കാരത്തോടു കൂടിയോ അല്ലെങ്കിൽ വലിയ പ്രൗഡായിട്ട് കണ്ടോ ഒന്നും പറയുന്നതല്ല. എൻ്റെ ശാരീരിക അവസ്ഥ വെച്ചിട്ട് എനിക്ക് ഇതും കൂടെ മാനേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ദൈവം തന്നിട്ടില്ല. വയ്യാണ്ടായാൽ അല്ലെങ്കിൽ കിടപ്പിലായാൽ തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യനും ഇല്ല എന്നുള്ള നല്ല ബോധ്യമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, ഭർത്താവില്ലേ മക്കളില്ലേ എന്നൊക്കെ. ഭർത്താവ് നാട്ടിലില്ലേ, അപ്പോൾ വയ്യാണ്ടായാലും നാട്ടിൽ വന്ന് നിന്നാൽ തന്നെ നമുക്ക് ജീവിച്ചു പോകണമല്ലോ. നാട്ടിൽ എല്ലാം അവസാനിപ്പിച്ചിട്ട് നാട്ടിലേക്ക് വരാം എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖം ഓർമ്മിക്കും. കാരണം എല്ലാതും അവസാനിപ്പിച്ച് നാട്ടിൽ വന്നിട്ട് ആ ഒരു മനുഷ്യൻ കിടന്ന് കഷ്ടപ്പെട്ടിട്ടുള്ളത് കണ്ടു വളർന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നാട്ടിൽ വന്നിട്ട് ഏട്ടൻ സെറ്റിലാവാന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് ബാലൻസൊക്കെ ഒന്ന് ഭദ്രമായതിനു ശേഷം ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എൻ്റെ സ്വാർത്ഥതയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ കരുതാം കേട്ടോ. നിങ്ങൾക്ക് ചോദിക്കാം, ചേട്ടന് താല്പര്യം ഉണ്ടാവില്ലേ നാട്ടിൽ നിൽക്കാൻ, ആൾക്ക് ഭാര്യയുടെയും മക്കളുടെയൊക്കെ ഒപ്പം താമസിക്കാൻ ആഗ്രഹം ഉണ്ടാവില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ. ചോദിക്കണേനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മുടെ അവസ്ഥ, നമ്മൾ കടന്നു പോകുന്ന അവസ്ഥ ഏതാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാവുന്നിടത്തോളം കാലം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഈ ചെവി കൂടെ കേട്ടിട്ട് ആ ചെവി കൂടെ വിട്ടുകളയുക എന്നുള്ളത് മാത്രമേ എൻ്റെ മുന്നിലുള്ള ഓപ്ഷൻ. ദൈവം സഹായിച്ചിട്ട് ഇന്ന് വരെ ഒരാളുടെ കയ്യിൽ നിന്നും 5 രൂപ വാങ്ങിച്ചിട്ട് നമുക്ക് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല കേട്ടോ. നമുക്കിന്ന് കർക്കിടക ക്ലീനിങ് എന്ന് പറയാം. കർക്കിടക ക്ലീനിങ് ഒന്നല്ല കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പൊടി സഹിക്കാൻ പറ്റുന്നില്ല. മാതിരി പൊടി ഉണ്ട് ഈ വീടിൻ്റെ ഉള്ളിൽ.
അപ്പോൾ എന്നെ കൊണ്ട് ഇത് മൊത്തം കൂട്ടിയാൽ കൂടില്ല എന്നൊക്കെ മനസ്സിലായി. കാരണം ഞാൻ ഈ കുറച്ചേശ്ശെ അരിച്ചരിച്ച് വന്നിട്ട് ചെയ്യുമ്പോഴേക്കും ഞാൻ കിടപ്പിലായിട്ടുണ്ടാവും. ഓരോ ഭാഗം ഓരോ വട്ടം ക്ലീൻ ചെയ്യുമ്പോഴും പിറ്റേ ദിവസത്തേക്ക് എനിക്ക് തീരെ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു എന്തായാലും രമണീച്ചിനെ വിളിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാന്ന്. അപ്പോൾ ഏട്ടൻ മുന്നൊന്ന് വിളിച്ചിട്ടൊന്ന് ചെയ്യിപ്പിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ ചേച്ചി മുകൾ ഭാഗം വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ അടിഭാഗത്തൊക്കെ എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. ഞാൻ അടിഭാഗമൊക്കെ ഞാൻ ഒന്ന് കുറച്ച് ക്ലീൻ ആക്കിയിട്ട് ഇപ്പം നമ്മളാ വീഡിയോയിൽ കണ്ട 3 ജനല മാത്രമേ ഞാൻ ഇതുവരെ ക്ലീൻ ആക്കിയിട്ടുള്ളൂ. പിന്നെ അപ്പുറത്തെ റൂമിൻ്റെ ജനലുണ്ട്, ഈ കിച്ചണിൻ്റെ ജനലുണ്ട്, ഇതൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ മുകളിൽ ചേച്ചി ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടിഭാഗത്തേക്ക് നമുക്കൊരു വിധമൊക്കെ ഒന്ന് സഹായിച്ചു കൊടുക്കാം. പിന്നെ എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്, ഉച്ചക്കലേക്ക് ചോറും കാര്യങ്ങളൊക്കെ ആക്കണ്ടേ. പിള്ളേർ ഇന്നലത്തെ നെയ്ച്ചോറും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ട്. കറിയല്ല, നെയ്ച്ചോറും അച്ചാറും പിന്നെ സലാഡും ഒക്കെ ഇട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ചേച്ചിക്ക് ഇപ്പം ഇന്ന് ചിക്കൻ കറി ഉണ്ട് ഇന്നലത്തെ. പിന്നെ ഇനി നമുക്ക് കായപ്പേരി വയ്ക്കാം, ഒരു മുട്ട ഓംലേറ്റ് അടിക്കാം, ചോറ് വയ്ക്കാം, പിന്നെ അച്ചാറുണ്ട്, ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഇത്ര ഐറ്റംസ് നമുക്ക് ചേച്ചിക്ക് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് ഒന്ന് ഇവിടെ നിന്ന് സഹായിച്ച് കൊടുക്കണമെങ്കിൽ. ചിലപ്പോൾ ചേച്ചി തന്നെ മുഴുവനാവും. ഞാൻ അതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ചേച്ചി ഞാൻ അരിച്ചരിച്ചല്ലേ ചെയ്യാം, അപ്പോഴേക്കും ചേച്ചി എല്ലാം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുക്കള പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ, പലർക്കും തോന്നും വീട്ടിൽ പണിക്ക് ആളെയൊക്കെ വിളിക്കുമ്പോൾ ഒരു വലിയ ആൾക്കാരാണ്, അതാണ് ഇതാണ്. അങ്ങനെയൊന്നല്ല കേട്ടോ. വലിയ ആൾക്കാർ ചെറിയ ആൾക്കാരൊന്നൊന്നല്ല. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്തൊരു കാര്യമാണെന്ന് വെച്ചാൽ പുറമെന്നൊരാളെ വിളിപ്പിച്ചിട്ട് വല്ലപ്പോഴൊക്കെ ചെയ്യിപ്പിക്കണോണ്ട് തെറ്റൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ, അതായത് ഈ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ആളെ വിളിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നത് ഇതിപ്പോൾ 2ാമത്തെ വട്ടമാണ് കേട്ടോ. ഇതിന് മുന്നേ ഇതുപോലെ നമ്മൾ ഒരിക്കൽ ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ പായുമ്പയുടെ 3ാമത്തെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ. അതിന് ശേഷം ആണോ അതോ ഇതുപോലെ ഏതോ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം അപ്പോഴാണ്, അതായത് പിറ്റേ ദിവസത്തേക്ക് ആകെ കച്ചറിയായിട്ടുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ രമണീച്ചിനെ വിളിച്ചിട്ട് തുടപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലാതെ ഞാൻ എൻ്റെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇതുവരെ ഒരാളെയും പണിക്കായിട്ട് നിർത്തിയിട്ടില്ല. പുറം പണിക്ക് ആൾക്കാരുണ്ടാവാറുണ്ട്, കാരണം സുബ്രേട്ടൻ വരും പുറം പണിക്ക് വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് ഈ പറമ്പ് പുല്ല് ഇതൊന്നും കളയ്ക്കാൻ പറ്റില്ല, കാരണം ഇവിടെ അത്യാവശ്യത്തിന് സ്ഥലമുണ്ട് കേട്ടോ. ഏകദേശം ഒരു ഏക്കറിനെക്കാട്ടും കൂടുതൽ കുറച്ച് സ്ഥലം ഉണ്ടായിരിക്കും. ഇതൊക്കെ എങ്ങനെ ഞാൻ കളിച്ചുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും പുറം പണിക്ക് ആളെ വെച്ച് തന്നെയേ പറ്റുള്ളൂ. പിന്നെ മറ്റുള്ളവർ എന്ത് പറയണമെന്ന് ആലോചിച്ചിട്ട് നമുക്ക് ജീവിക്കാനൊന്നും സാധിക്കില്ല അല്ലേ. ഇവിടെ ഏട്ടൻ എപ്പോഴും പറഞ്ഞൊരു ഡയലോഗ്, പൈസ കൊടുക്കണ എനിക്ക് ഒരു കുഴപ്പമില്ല, പിന്നെ നാട്ടുകാർക്ക് എന്താ കുഴപ്പം, അങ്ങനെയാണ് കേട്ടോ ചോദിക്കുക. അതിപ്പോൾ ആരാണെങ്കിലും എനിക്കും അതൊക്കെ തന്നെ പറയാനുള്ളൂ. പൈസ കൊടുക്കണ ഞങ്ങൾക്കൊരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്താ കുഴപ്പം. നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവില്ലേ ഇതേപോലെ ഫ്രിഡ്ജിൻ്റെ മുകളിൽ ശേഖരണം. അപ്പോൾ പറ്റുന്ന വെച്ചാൽ എല്ലാവരും ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് വീട് പരമാവധി വൃത്തിയാക്കിയിട്ട് സൂക്ഷിക്കാൻ ശ്രമിക്കുക കേട്ടോ. DJI Osmo ഇതെനിക്ക് ഉപയോഗിക്കാൻ അറിയില്ല. ഇത് നമുക്ക് മോജുള്ള സമയത്ത്, മോജ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് വന്നുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതെന്താ സംഭവം, ഞാൻ ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇത് ഉപയോഗിക്കാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത് ആക്ച്വലി ഇത് ക്യാമറയാണ്, മനസ്സിലായോ. ഇതിങ്ങനെ ഇത് പവർ ഇല്ലാന്ന് തോന്നുന്നു. ഇല്ല, ചാർജ് ഇല്ല. ഇതിങ്ങനെ ഓട്ടോമാറ്റിക് ഇങ്ങനെ റൊട്ടേറ്റൊക്കെ ആവും കേട്ടോ. അപ്പോൾ ഞാൻ മന്ദബുദ്ധി ആയതുകൊണ്ടാണ്, എനിക്കിത് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. ഞാനിത് യൂട്യൂബിലൊക്കെ നോക്കിയായിരുന്നു, പക്ഷെ എനിക്കിത് അങ്ങോട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല സംഭവം. നല്ലതാണ് കേട്ടോ, നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇങ്ങനെ കൊണ്ടുപോയാൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര സുഖ. ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോയാൽ മതി. അങ്ങനെ മറ്റേ ഷെയ്ക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല. എന്നിട്ടൊരു ബാറ്ററി ഇറങ്ങി സംസാരിക്കാം. അപ്പോൾ ഇതങ്ങനെ വന്നതാ. പിന്നെ നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്നതൊക്കെ എൻ്റെ മൊബൈലിൽ തന്നെ എഡിറ്റ് ചെയ്യാം. ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്തെങ്കിലും കാലത്ത് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചിട്ട് ഞാനിത് ഉപയോഗിക്കാൻ ശ്രമിക്കും കേട്ടോ. കാരണം ഇതെനിക്ക് മോജിന്ന് വന്നിട്ടുള്ളതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ, ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളതല്ല. നമുക്ക് ഒരു ദിവസം ഇതുപോലെ ഒരു കൊറിയറായിട്ട് വന്നതാണ്. ഇനിയിപ്പോൾ എന്താണെന്നൊന്നും സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല കേട്ടോ. കാരണം അത് ഉപയോഗിക്കാൻ അറിയാണ്ട് വെറുതെ വന്നിരിക്കുന്നതാണ്. മോജിന്ന് നമുക്ക് ഇതുപോലെ കുറെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എന്താ പറയാ വന്നതിന്റെ മോജില് നമുക്ക് അത്യാവശ്യത്തിന് നല്ല ഒരു രീതിയിലുള്ള ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 1.5 മില്യണോ അങ്ങനെ എന്തോ. ഞാനിപ്പോ ഉപയോഗിക്കാത്ത എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. എന്തായാലും മില്യൺ ഉണ്ട്. അപ്പം ആ ഒരു ഇതിൽ വന്നിട്ടുള്ളതാണ്. പക്ഷെ ഇത് എന്താ പറയാ
ഈ എറിയാൻ അറിയാവുന്നതിന്റെ കയ്യിൽ വടി കൊടുക്കൂല എന്ന് പറയില്ലേ, അല്ലെങ്കിൽ കൊരങ്ങന്റെ കയ്യിൽ, അതിനെക്കാട്ടും നല്ലത് കൊരങ്ങന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയാണ്. അത് കറക്റ്റാണ് കേട്ടോ എൻ്റെ കാര്യത്തില്. ഇത് ഉപയോഗിക്കാൻ അറിയാണ്ട് ഇത് വെറുതെ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ തന്നെങ്കിലും പഠിക്കും. നമുക്ക് ലാപ്ടോപ്പൊക്കെ എടുക്കാനൊരു യോഗ ഉണ്ടാവുകയാണെങ്കിൽ നമുക്കത് ഇതിൽ കണക്റ്റ് ഒക്കെ ചെയ്തിട്ട് ഉപയോഗിക്കാം. DJI ഓസ്മോ പോക്കറ്റ് ആണ് കേട്ടോ, ഓസ്മോ പോക്കറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും കാലത്തൊക്കെ ഉപയോഗിക്കാം. മോജ് ഉപയോഗിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഉപകാരമായിരുന്നു കേട്ടോ. ഇപ്പം പക്ഷെ അതൊന്നുമില്ല, എല്ലാ പരിപാടികളും അവർ നിർത്തലാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ ആപ്പ് വേണമെങ്കിൽ ഒന്ന് ഫെയിലായി പോയിട്ടുണ്ടായിരിക്കും, സക്സസ് ആവാൻ സാധിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ ഇതുപോലെ കുറേ 3000 വാങ്ങിക്കാം. പക്ഷെ എല്ലാവരും തരാറൊന്നുമില്ല. കൂടുതലും പേര് എൻ്റെ അടുത്ത് സെന്റിമെന്റ്സ് പറഞ്ഞു വരുന്ന ആൾക്കാരാണ്. ചേച്ചി ഞങ്ങൾ സ്റ്റാർട്ടിങ് ആണ്, സഹായിക്കോ ഹെൽപ്പ് ചെയ്യോ എന്നൊക്കെ പറഞ്ഞു വരുന്നവരാണ്. അപ്പം അങ്ങനെയുള്ളവരെ എനിക്കും പാവം തോന്നും. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ടാവും ഞാൻ ആലോചിക്കുക, ഈശ്വര എനിക്കും വരായിക എന്ന് പറയുന്ന സംഭവം. കാരണം അവരെന്നെ വെച്ചിട്ട് മാർക്കറ്റ് ചെയ്യുന്നതുകൊണ്ടാണല്ലോ അവർക്ക് അവരുടെ ഏർണിങ്സ് കൂട്ടാൻ സാധിക്കണത്. അപ്പം ഞാനവിടെ ഒരു സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് ചെയ്തിട്ട് കാര്യമില്ല എന്ന് പിന്നെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. പക്ഷെ എന്നിരുന്നാലും ഞാനത് പഠിക്കാറില്ല. കൂടുതലും ഞാൻ പ്രൊമോഷൻസ് ഇൻസ്റ്റയിൽ ചെയ്ത് കൊടുക്കുന്നതൊക്കെ ഫ്രീ ആയിട്ട് തന്നെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കാറുള്ളത്. വല്ലപ്പോഴും വല്ലവരും നമ്മൾ ചോദിക്കുന്ന എമൗണ്ടിന് നമുക്ക് തരാറുണ്ട്, അതും ഇല്ല എന്ന് പറയണില്ല. നമ്മൾ കർക്കിടകമൊക്കെ ആകുമ്പോഴേക്കും ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കണം കേട്ടോ. കർക്കിടകത്തിൽ നമ്മളങ്ങനെ പഴകിയ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പഴമക്കാർ പറയുന്നതാണ്. അതിൽ കുറേ യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം. കാരണം കർക്കിടക മാസം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാൻ നമ്മൾ എന്താ പറയുക, അതിന് വേണ്ടിയിട്ട് കുറേ ആയുർവേദ മരുന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മാസമാണ് അല്ലേ. അപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ 1-ാം തീയതി ആകുമ്പോഴേക്കും എല്ലാതും ഉപയോഗിച്ച് തീർക്കുക, അല്ലെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. നിങ്ങൾ കർക്കിടക കഞ്ഞി കുടിക്കാറുണ്ടോ? അതായത് 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസമാണ് നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം. 7 ദിവസം കുടിക്കണമെങ്കിൽ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ 14 ദിവസം. എൻ്റെ അച്ഛനൊക്കെ ഉള്ള സമയത്ത് ഇതെല്ലാ വർഷവും കഴിക്കാറുണ്ട് കേട്ടോ. എൻ്റെ അനിയൻ അത് കഴിച്ചുകൊണ്ട് പോരുന്നുണ്ട്. അവൻ ഗൾഫിലാണ്, എന്നിരുന്നാൽ കൂടിയിട്ട് ചിലപ്പോൾ നാട്ടിൽ നിന്ന് ഇതുപോലെ കൊടുത്തയച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് ഇതെല്ലാ വർഷവും മുടങ്ങാണ്ട് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് കേട്ടോ. പറ്റുന്ന വെച്ചാൽ എല്ലാവരും അതൊന്ന് കഴിക്കാൻ ശ്രമിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് നല്ലതാണ് ശരീരത്തിന് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ള പരിചയം മാത്രമേ നമുക്കുള്ളൂ ആയിരിക്കും. നമ്മുടെ പഴമക്കാർ നമുക്ക് പൊട്ട കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നിട്ടില്ലല്ലോ, അപ്പോൾ അത് നല്ലത് തന്നെ ആയിരിക്കും. ഞാനപ്പോൾ ഉച്ചക്കലിക്കുള്ള പപ്പടം റെഡിയാക്കണം കേട്ടോ. ഞാൻ ഈ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ, കാരണം പപ്പടം ഇവിടെ ഉപയോഗിക്കുന്നത് ഇതേപോലെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ ഉള്ള സമയത്താണ് നമ്മൾ പപ്പടം വെക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ പപ്പടം അങ്ങനെ ഉപയോഗിക്കാത്ത ആൾക്കാരാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഈ സാധനം അവർക്ക് കൊടുക്കാൻ മറക്കും. എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഞാൻ കൺമുന്നിൽ തന്നെ വെക്കുകയുള്ളൂ, കാരണം മാറ്റി വിരലെടുത്തും കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മറക്കുമെന്ന് അറിയാം. അപ്പം ഞാൻ ആ ചോറ് വെക്കണതിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ പപ്പടം വറുത്തിട്ട് അതിൻ്റെ ടിന്ന് വെക്കുക കേട്ടോ. പക്ഷെ എന്നിരുന്നാൽ കൂട്ടിയിട്ട് ഞാനത് കൊടുക്കാൻ മറക്കും. ഇന്നും ഞാൻ അതേപോലെ പപ്പടം ഉണ്ടാക്കി വെച്ചിട്ട് അത് കൊടുക്കാൻ മറന്നിട്ടുണ്ട് കേട്ടോ. ഇനി എൻ്റെ ഓർമ്മശക്തി കൂട്ടാൻ വല്ല മരുന്നുണ്ടെന്ന് വെച്ചാൽ അത് വാങ്ങി കഴിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എന്തായാലും കർക്കിടകമാണല്ലോ, മരുന്ന് കഴിച്ചാൽ അത് ഏൽക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് കർക്കിടകത്തിൽ ഓർമ്മശക്തി കൂട്ടാൻ എന്തെങ്കിലും മരുന്ന് എനിക്ക് സജസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഉണ്ടെന്ന് വെച്ചാൽ അതൊന്ന് സജസ്റ്റ് ചെയ്തേക്കും. ഇപ്പം തന്നെ മരുന്നുമ്മലായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ നമ്മുടെ അലർജിയുടെ ആണെങ്കിലും ESRൻ്റെ ആണെങ്കിലും, ESR പക്ഷേ ഒരു പക്ഷെ കൂടിയിട്ടുണ്ടായിരിക്കുക ഈ ഒരു അലർജി വല്ലാണ്ട് ഹൈയിൽ നിൽക്കണോണ്ടായിരിക്കും. ചിലപ്പോൾ അലർജി കുറയുമ്പോൾ ESR കുറയായിരിക്കും വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിട്ടോ. ESR ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയപ്പോൾ എൻ്റെ കിളി പോണ റിസൾട്ടൊക്കെയാണ് അതിൽ കാണിച്ചു തന്നത്. അപ്പോൾ അത് ഒരു നേരത്ത് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ സ്വന്തമായിട്ട് മനസ്സിലാക്കി ചിലപ്പോൾ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒന്നിനും ഒന്ന് ആയിട്ട് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെയായിട്ട് വന്നതായിരിക്കും ആശ്വസിച്ചിരിക്കുകയാണ് ഇപ്പം ഞാൻ. നിങ്ങളാരും പോയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ നിൽക്കേണ്ട. ESRൻ്റെ എന്താണ് ആഫ്റ്റർ എഫക്റ്റ് എന്നുള്ളത് നിങ്ങളുടെയും കിളി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആ പപ്പടം കാച്ചിയ എണ്ണയിൽ തന്നെയാണ് കേട്ടോ പിന്നെ നമ്മുടെ കായുപ്പേരിയൊക്കെ വെച്ചത്. ആരും ഇനി ചീത്ത പറയണ്ട, അങ്ങനെ വെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ എണ്ണയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു വട്ടമൊക്കെ യൂസ് ചെയ്യാനേ നമുക്ക് അങ്ങനെയൊക്കെയല്ലേ ജീവിക്കാൻ പറ്റുള്ളൂ. 2 വട്ടം യൂസ് ചെയ്യാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പം ഒരു വട്ടം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം ഒരു വട്ടം കൂടെ ഉപയോഗിക്കാം, പിന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെയല്ലേ നമുക്ക് എന്താ പറയുക, നമ്മുടെ ഫാമിലി ബഡ്ജറ്റ് ഒന്ന് കറക്റ്റായി പോകണമല്ലോ.
അപ്പോൾ ഉച്ചക്കേലേക്ക് ഇതാ നമ്മൾ ഒരു ഓംലെറ്റും കൂടെ അടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഞാൻ ഉച്ചയ്ക്ക് ചിക്കൻ കറി കൊടുത്തപ്പോൾ ചേച്ചി പറഞ്ഞു ചിക്കൻ കറി വേണ്ട, അതായത് ആൾക്ക് ഓംലെറ്റും ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മുട്ടയപ്പം, ഓംലെറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു സുഖമല്ല എനിക്ക്. അപ്പോൾ നമ്മുടെ മുട്ടയപ്പം ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ കായുപ്പേരി ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്, വടുകപ്പുളിയുടെ അച്ചാറായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഉണ്ട്, വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. സത്യം പറഞ്ഞാൽ എൻ്റെ അടുക്കളയിലത്തെ മിമിക്രി കാട്ടലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി നേരെ അടിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടിയിൽ ആളെല്ലാം അതും നീക്കിയിട്ടിട്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും മനസ്സമാധാനം എന്ന് പറയുന്നത് കേട്ടോ. ഇതിന് മുന്നേ വന്നിരുന്ന ചേച്ചി നമ്മൾ കാണുന്ന ഭാഗം മാത്രം അടിച്ച് വൃത്തിയാക്കിയിട്ടിട്ട് പോയി, ബാക്കിയുള്ള ഭാഗത്തുണ്ടായിരുന്ന പൊടിയും അഴുക്കും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ എടുക്കാമായിരുന്നു. അതാണ് എനിക്ക് ഇത്രയും അസുഖങ്ങൾ വരാൻ ആക്ച്വലി കാരണമായത് കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടൊന്നല്ലല്ലോ ഗൾഫിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ചേച്ചിയാണ് സാധാരണഗതിയിൽ ചേച്ചി വിളിച്ചിട്ട് പണി ചെയ്യിപ്പിക്കാറുള്ളത് നമ്മൾ വരുന്നേക്കാട്ടും മുന്നേ. അപ്പോൾ ഈ ചേച്ചിനെ കിട്ടിയില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് മറ്റേ ചേച്ചിനെ വിളിച്ചത്. പക്ഷേ അത് സത്യം പറഞ്ഞാൽ എനിക്ക് 8ൻ്റെ പണിയായിട്ട് മാറിയിട്ടോ. അപ്പോൾ മറ്റേ റൂമിലത്തെ ജനല ഞാൻ തന്നെ തുടച്ചു. ആൾ ജനലൊന്നും തുടച്ചൊന്നുമില്ല, ജനല ചൂലുകൊണ്ട് തന്നെ പൊടി തട്ടി കളഞ്ഞു. പക്ഷെ അതെനിക്കൊരു മനസ്സമാധാനക്കേടായതുകൊണ്ട് ഞാൻ തന്നെ ജനലമേലത്തെ പൊടിയൊക്കെ തുടച്ചു കിട്ടുക. എല്ലാതും ഇല്ല, എനിക്ക് കുറച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ചെയ്യുള്ളൂ. നമ്മുടെ റംബൂട്ടാനാണ് കേട്ടോ, ആ ഉണങ്ങിപ്പോയ ആൾ വീണ്ടും പൊടിച്ചു വന്നതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്നത്. ഈ ഒരു മതിലിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ പുതിയത് പണിതായിരുന്നു. ഈ ഒരു ഭാഗം എന്താ പൊളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെയൊക്കെ വീണ്ടും പൊളിച്ചു പണിയേണ്ട അവസ്ഥയാണ്. കുറേ വർഷങ്ങൾക്ക് മുന്നേ പണിതതാണ് ഈ സ്ലാബ് മതിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്കത് വീണ്ടും പൊളിച്ചു പണിയേണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാത്തിനും ഒരായുസ് ഉണ്ടല്ലോ അല്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരിക്കുള്ളൂ. ഇത് നമ്മുടെ വീടിൻ്റെ തെക്കേ ഭാഗത്ത് നിൽക്കുന്ന കൂവളാണ് കേട്ടോ. അതായത് നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്കിൽ നിൽക്കുന്ന പടുകൂറ്റൻ കൂവളാണ്. ആൾ ചെരിഞ്ഞിട്ടുണ്ട്, എന്നാൽ വീഴാന്നൊന്നും അറിയില്ല. കുറേ നാളായിട്ടുണ്ട് കേട്ടോ അങ്ങനെ ചെരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മാറാലിയും കാര്യങ്ങളൊക്കെ തട്ടായിരുന്നു. കാരണം ബാക്കിൽ നമ്മളിതുപോലെ കൊതുകിന് വേണ്ടിയിട്ടല്ല കേട്ടോ ഞാൻ ഈ സംഭവം ഇട്ടിട്ടുള്ളത്, വവ്വാലകത്തേക്ക് കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമ്മുടെ പാമ്പുംകാവിൽ നിറയെ വവ്വാലുകളാണ് കേട്ടോ. അപ്പം നമ്മൾ വല്ല പഴക്കൊലയൊക്കെ കെട്ടി ഞാത്തിയിട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ, അല്ലെങ്കിലും ആളകത്തേക്ക് പണ്ട് നമ്മൾ ഈ നെറ്റ് അടിക്കുന്നതിനെക്കാട്ടും മുന്നായിട്ട് വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ നെറ്റൊക്കെ അടിച്ച് സെറ്റാക്കിയത്. പിന്നെ എലി ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആളെ നമ്മൾ സെറ്റാക്കിയിട്ട് വെച്ചത്. അപ്പോഴേക്കും പിള്ളേർ നമ്മൾ പോയി കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളല്ല, ഞാൻ പോയി കൊണ്ടുവന്നിട്ടുണ്ട്. അമ്മൂട്ടിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഇത്. മാളുട്ടി കൊടുത്തതാണ് കേട്ടോ ആ ഒരു ഡയറി മിൽക്ക് എന്ന് പറഞ്ഞത്. അടുത്തത് നാനക്കുട്ടി കൊടുത്ത ഗിഫ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. രണ്ടും നമുക്ക് നല്ല ഇഷ്ടമായതാണ്. ഇത് ഇവരെ ക്ലാസ്സിലത്തെ പെൺപിള്ളേരുടെ പടയാണ് കേട്ടോ. കഴിഞ്ഞ കൊല്ലം ഓണം സെലിബ്രേഷന് എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് എടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ അത് ഫ്രെയിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ചേച്ചി എന്താണെന്ന് അറിയില്ല, അനിയത്തിയോടുള്ള സ്നേഹം മൂത്തിട്ടാണെന്നുണ്ട് ആ ഡയറി മിൽക്ക് അനിയത്തിക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ സാധാരണ ഇവിടെ അടി പൊട്ടേണ്ടതാണ് കേട്ടോ. അമ്മൂട്ടീനെ ഞാൻ ആദ്യമായിട്ട് സൈക്കിൾ കൊടുത്തൊന്ന് പുറത്തേക്ക് ഇറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പേടിയൊക്കെ മാറണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വിളക്കിൽ വയ്ക്കണ എണ്ണ കഴിഞ്ഞിരിക്കുകയാണ്, പോയി വാങ്ങിച്ചിട്ട് കൊണ്ടുപോയോ അച്ചാച്ചൻ്റെ കടയിൽ നിന്ന് പറഞ്ഞു. നമ്മുടെ റിലേറ്റീവ് തന്നെയാണ്, മരുന്ന് കടയുണ്ട് കേട്ടോ അവർക്ക്, എസ്സൻ്റെ. അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് വിളക്കിലേക്ക് വയ്ക്കണ എണ്ണ വാങ്ങാൻ പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ആ ഒരു പേരും പറഞ്ഞിട്ട് റോട്ടിൽ കൂടിയാണ്, ഹൈവേ കൂടിയാണ് പോണത്. മനസ്സിൽ നല്ല ടെൻഷനുണ്ട്. എന്നിരുന്നാൽ കൂടിയിട്ട് എൻ്റെ ഒരു ടെൻഷൻ വിചാരിച്ചിട്ട് കുട്ടിയുടെ സന്തോഷങ്ങൾ ഇല്ലാതാക്കാൻ എനിക്ക് താല്പര്യമില്ല കേട്ടോ. ഈ ഒരു കാര്യത്തിൽ നമ്മുടെ അച്ഛനമ്മമാരുണ്ടല്ലോ, നമ്മുടെ അച്ഛനമ്മമാർ, ഇപ്പോഴത്തെ അച്ഛനമ്മമാരുടെ കാര്യമല്ല കേട്ടോ, അവരിത്രയും കൂടെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിരുന്ന ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോഴത്തെ അച്ഛനമ്മമാർ, അതായത് എന്നെപ്പോലെയുള്ള അച്ഛനമ്മമാർക്ക് പിള്ളേരെ പൊതിഞ്ഞ് കാത്തു പിടിക്കണ ഒരു സ്വഭാവം വളരെയധികം കൂടുതലാണ്. എൻ്റെ അച്ഛനമ്മയെന്നൊക്കെ പറയുന്നത് ഞാൻ 5ാം ക്ലാസ് തൊട്ടിട്ട് ഒറ്റയ്ക്ക് സ്കൂളിലേക്ക് നടന്നു പോയിരുന്ന ആളാണ് കേട്ടോ. ഒരു ദിവസം പോയിട്ട് നമുക്ക് ആ ഇടവഴി ഒന്ന് കാണിച്ചു തന്നു. അവിടെ നമ്മൾ പാമ്പിനെ കണ്ടിട്ടുണ്ട്, ചേരേനെ കണ്ടിട്ടുണ്ട്, ഇതൊക്കെ കണ്ടിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയിട്ട് അവർക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ തോട്ടിൽ കൂടിയാണ് വരുന്നത്, തോട് ക്രോസ് ചെയ്തിട്ട് വേണം വരണമെങ്കിൽ. ഇപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ മക്കളെ ഒരു തോടിൻ്റെ സൈഡിൽ കൂടെ ഒറ്റയ്ക്ക് വിടോ? ഇല്ല, വിടില്ല. കാരണം ടെൻഷനാണ്. അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഉള്ളിലുള്ള പേടി കൂടിയിട്ടാണ്. സ്നേഹം കൂടിയിട്ടാണോ അതോ കരുതൽ കൂടിയിട്ടാണ്, എന്താണെങ്കിലും നമ്മുടെ പിള്ളേരെ ചങ്ങലക്കിടുന്നതിന് തുല്യമാണെന്ന് എനിക്ക് പലപ്പോഴും അത് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പറമ്പിൽ വന്ന അതിഥിയാണ് ആ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വല്ലാണ്ട് പറമ്പിൽ കൂടെ നടക്കണ്ട, മയിൽ വന്നിട്ടുണ്ടെങ്കിൽ പാമ്പുണ്ടാവുമെന്ന്.
അമ്മുട്ടിക്കാരാട്ടയ്ക്ക് പോയതാണ് കേട്ടോ. ഒറ്റയ്ക്ക് പോയി 5-ാം വരെ ഞാൻ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. തിരിച്ച് വരുമ്പോഴും ഇതുപോലെ എനിക്ക് ടെൻഷൻ, അമ്മമാരുടെ സ്ഥിരം കലാപരിപാടി ടെൻഷൻ ഉള്ളതുകൊണ്ട് ഞാനന്ന് റോഡ് ക്രോസ് ചെയ്യുന്നത് എങ്ങനെയുണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനും ഭായും കൂടെ രാത്രി ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പോൾ ആൾ ഓക്കെയാണ്, പെർഫെക്റ്റാണ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പേടിക്കാനൊന്നുമില്ലാന്ന് എൻ്റെ മനസ്സിനെ തന്നെ ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇന്ന് സ്കൂളിലേക്കും ആൾ സ്വന്തമായിട്ടാണ് പോയത് സൈക്കിളുമേ. അങ്ങനെ കുറച്ച് നേരം ജിൻസ് മെമ്പറുടെ അടുത്ത് കത്തിയൊക്കെ വെച്ചിട്ടാണ് ഞാൻ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാവരും കർക്കിടക മാസത്തെ നല്ല രീതിയിൽ തന്നെ വരവേൽക്കുക. നാലമ്പല ദർശനത്തിന് പറ്റുന്ന വെച്ചാൽ അതിന് പോവുക, കർക്കിടക വാവിനെ പറ്റുന്ന വെച്ചാൽ എല്ലാവരും ബലിയിടുക. ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ഞാനാണെങ്കിലും കർക്കിടക വാവിനെ ബലിയിടാൻ മറക്കാതിരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് സാധാരണഗതിയിൽ പറ്റാറില്ല, അപ്പോൾ അതൊക്കെ പറ്റട്ടെ ഈ ഒരു വർഷം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.